SFI സംസ്ഥാന സെക്രട്ടറി എം വിജൻ കൂടിയുണ്ട് ടെലിഫോൺ ലൈനിൽ. വിജൻ, താങ്കൾ എങ്ങനെയാണ് ഇന്നിപ്പോൾ DGP ഓഫീസിന് മുന്നിലുണ്ടായ ദൗർഭാഗ്യകരമായ സംഭവങ്ങളെ നോക്കിക്കാണുന്നത്? ഇവിടെ ജിഷ്ണു പ്രണോയിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ സമരത്തിലുണ്ടായിരുന്ന പ്രസ്ഥാനമാണ് SFI. മറ്റാരും ഈ ചർച്ച പുറത്തു കൊണ്ടുവരുന്നതിന് മുന്നേ ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ വിഷയം കേരള സമൂഹത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും മുന്നിലേക്ക് ശക്തമായി കൊണ്ടുവരാൻ ഇടപെടൽ നടത്തിയ പ്രസ്ഥാനം SFI ആണ്. ആ ഘട്ടം മുതൽ ഞങ്ങൾ ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ മുദ്രാവാക്യവും ജിഷ്ണുവിന്റെ കൊലപാതകളെ അറസ്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോരായ്മ. അപ്പോൾ ആ ഒരു കൊലപാതകങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതിൽ സർക്കാർ വിജയിച്ചു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതിന് രണ്ട് തരത്തിൽ, നിങ്ങളുടെ ചോദ്യത്തെ നേർ മറുപടിയായും രണ്ട് തരത്തിൽ മറുപടി പറയാം. ഇതുമായി ബന്ധപ്പെട്ട് വിഷ്ണുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ കൊലയാളികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ അന്വേഷണ സംഘം കൃത്യമായി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു തർക്കവുമില്ല. അതിന് ആ രീതിയിൽ തന്നെ നമ്മൾ കണ്ടുപോകണം. കാരണം ഇവിടെ ASPയുടെ ഇരിങ്ങാലക്കുട ASPയുടെ കിരൺ നാരായണന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ ഒരു ഘട്ടത്തിൽ, ഞാൻ അതിലേക്ക് പറഞ്ഞു തരാം, ഒരു ഘട്ടത്തിൽ പോലും ഒരു അതൃപ്തി. ഹലോ, പറഞ്ഞോളൂ കേൾക്കാം. ഒരു ഘട്ടത്തിലും ഒരു അതൃപ്തി ഈ കുടുംബം പറഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ, അതുമായി ബന്ധപ്പെട്ട് കൃഷ്ണദാസിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് സഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവരുടെ പ്രതിപട്ടിക തയ്യാറാക്കുന്നു, ഹൈക്കോടതിയിൽ പോകുന്നു, ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു വിധി, മുൻകൂർ ജാമ്യം ഹൈക്കോടതി കൊടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം മുഖ്യമന്ത്രിയോട് പ്രയാസപ്പെട്ടപ്പോൾ സുപ്രീം കോടതിയിൽ പോകാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് ഈ ഗവൺമെന്റാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യുന്നു, മുൻകൂർ ജാമ്യം ഉണ്ടായതുകൊണ്ട് വിട്ടയക്കേണ്ടതായി വരുന്നു, സ്വത്ത് കണ്ടുകെട്ടുന്നു, അതുപോലെ തന്നെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുന്നു. 2 ദിവസം കൊണ്ട്, ഇന്ന് രാവിലെ ഇറങ്ങിയ മാധ്യമങ്ങളിലെല്ലാം വാർത്തത് 2 ദിവസം കൊണ്ട് സഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവരെ പിടികൂടും, അതിനാവശ്യമായി ഇടപെടൽ നടത്തുന്നു. അതെല്ലാം കാണിക്കുന്നത് അന്വേഷണം അതിന്റെ ശരിയായ ദിശയിൽ തന്നെയാണ്. 2 ദിവസം മുന്നെയാണ് റിപ്പോർട്ടർ ഉൾപ്പെടെ എന്നെ വിളിച്ചതാണ് ഈ വിഷയത്തിൽ ജിഷ്ണുവിന്റെ. ശ്രീ എം വിജൻ, താങ്കൾക്കറിയാമല്ലോ ഇത് 3 മാസം മുൻപ് നടന്ന ഒരു സംഭവമാണ്. ഈ 2 ദിവസം എന്ന് പറഞ്ഞ് എത്ര നാളാണ് ഒരു അമ്മയുടെ കാത്തിരിപ്പാണിത്? തങ്ങളുടെ മകൻ നഷ്ടപ്പെട്ടതിൽ ഒരു അമ്മയുടെയും അച്ഛന്റെയും കാത്തിരിപ്പ്. അവരോട് മറുപടി പറയാൻ ബാധ്യതയില്ലേ? അവരോട് മറുപടി പറയാൻ ഉത്തരവാദിത്വമില്ലേ പോലീസിന്? ഇതുമായി ബന്ധപ്പെട്ട് ഈ അമ്മയും അച്ഛൻ നടത്തുന്ന സമരം, അതിന്റെ വൈകാരികതയൊന്നും ഞാൻ കുറച്ച് കാണുന്നില്ല. ആ കുടുംബത്തിൽ 4-5 തവണ പോവുകയും അമ്മയും അച്ഛനെയും നേരിട്ട് കാണുകയും ഈ വിഷയത്തിൽ വളരെ ശക്തമായി ഇടപെടുകയും ചെയ്ത ഒരാൾ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് അവർ നടത്തുന്ന സമരത്തെയോ അവർ ഉയർത്തുന്ന മുദ്രാവാക്യത്തെയോ ഒരിക്കലും മോശപ്പെടുത്തി കാണുന്നില്ല. പക്ഷേ ഇവിടെ പോലീസ് സംവിധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണം ശ്രീ വിജൻ, മുൻപൊരിക്കൽ DGPയുടെ ഭാഗത്തു നിന്ന് ഉറപ്പുണ്ടായി. അതിനെ മുഖവിലക്കെടുത്ത് അവർ സമരത്തിലേക്ക് വരേണ്ട, അനിശ്ചിതകാല സമരം DGP ഓഫീസിന് മുന്നിൽ തുടങ്ങേണ്ട എന്ന് തീരുമാനിച്ചവരാണ് ഇതേ കുടുംബാംഗങ്ങൾ. പക്ഷേ ഇവർ പറഞ്ഞ കാലാവധി, DGP നൽകിയ കാലാവധി അവസാനിച്ചു കഴിഞ്ഞപ്പോഴാണ് വീണ്ടും നീതിക്ക് വേണ്ടി ഇവർ പോരാടാനെത്തിയത്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ മറുപടി കൃത്യമായി DGP ആണ് പറയേണ്ടത്. DGP അവർക്ക് ഉറപ്പ് കൊടുത്തിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അത് പാലിക്കുന്നതിൽ പോരായ്മ പറ്റിയെന്ന മറുപടി DGP പറയുമായിരിക്കും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം കൃത്യമായ ദിശയിൽ തന്നെയാണ്. പക്ഷെ 2 കാര്യങ്ങൾ. ഒന്ന്, DGPയുടെ ഓഫീസിന് മുന്നിൽ ഞങ്ങൾ സമരം നടത്തുന്നതാണ്. മീറ്ററുകൾക്ക് മുന്നേ ഞങ്ങളെ തടയും, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതും പരിശോധിക്കണം. പോലീസ് സംയമനം പാലിക്കേണ്ടതായിരുന്നില്ലേ? ആ രീതിയിൽ പാലിക്കേണ്ടതായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമെന്നാണ് തൊട്ടുമുന്നേ ആശുപത്രി സന്ദർശിച്ച IG ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിലുള്ള അന്വേഷണം ഇവിടെ പോരായ്മ പറ്റി. ഇന്നും SFI ഒരു ഘട്ടത്തിലും ഞങ്ങൾ ജിഷ്ണുപ്രയുടെ അമ്മയും അച്ഛനും നടത്തുന്ന സമരത്തെ തള്ളി പറയുന്നില്ല. ആ കുടുംബത്തോടൊപ്പം തന്നെയാണ് ഞങ്ങളും മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം കൂടി, ഇന്നിപ്പോൾ DGP ഓഫീസിന് മുന്നിൽ നടന്ന ഈ അതിക്രമത്തിന് ഉത്തരവാദിത്വം ആർക്കാണ്? അതുകൂടി താങ്കൾ വ്യക്തമാക്കിയാൽ കൊള്ളാം. അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നുള്ളത് അത് പരിശോധിച്ച് നടപടിയെടുക്കേണ്ടതാണല്ലോ. അത് പോലീസിന്റെ ഭാഗത്തു നിന്നാണോ എവിടെ നിന്നാണോ അതിൽ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് എന്ന് പരിശോധിച്ച് അതിനെക്കുറിച്ച് കൃത്യമായി പരിശോധിച്ചും അതിന്റെ നടപടികൾ വേണം. അതാണ് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ന IG ഭാഗത്ത് ഉണ്ടായിട്ടുള്ള പ്രതികരണം. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്താണ് പോരായ്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പരിശോധിക്കുകയും അതിന്റെ നടപടിയെടുക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ കണ്ണൂരിലെ SFIയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്തില്ല. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയില്ല. ഞങ്ങൾ ഏതായാലും ആ രീതിയിൽ അതിനെക്കുറിച്ച് പരിശോധിക്കണം. ജിഷ്ണുവിന്റെ അച്ഛനും അമ്മയും നടത്തുന്ന ആ സമരത്തെ, അതിന്റെ വൈകാരികതയെ ഞങ്ങൾ ഒരിക്കലും കുറച്ച് കാണുന്നില്ല. അവർ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം അത് ജിഷ്ണുവിന്റെ കൊലയാളികൾ അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ്. അത് തന്നെയാണ് ഈ പറയുന്നത്, കൊലയാളികൾ അറസ്റ്റ് ചെയ്യണം. പക്ഷെ ഇവിടെ അന്വേഷണത്തിൽ ഒരു പോരായ്മയുണ്ട്. ഗവൺമെന്റ് ഇത് അട്ടിമറിക്കാൻ, അല്ലെ പോലീസ് സംവിധാനം അട്ടിമറിക്കാൻ ശ്രമിച്ചു വന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾ അതിൽ കൃത്യമായ അന്വേഷണം കൃത്യമായ ദിശയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇവിടെ ഇനിയൊരു വൈകി പോകലുണ്ടാകരുത്, കൊലയാളികൾ രക്ഷപ്പെടരുത്. ആ രീതിയിൽ എല്ലാ
എല്ലാവരെയും സഞ്ജിത്തിനെയും പ്രവീണിനെയും ശക്തിവേലിനും ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യാൻ കൃഷ്ണദാസ് ഇപ്പോൾ ജാമ്യത്തിന്റെ ആനുകൂല്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ എങ്ങനെ കൃഷ്ണദാസിനെ